താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. മനുഷ്യരെന്ത് ചെയ്യുമ്പോഴും അവർ ആഗ്രഹിക്കുന്നത് എന്താ? തങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കണം, തങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ തങ്ങൾക്ക് കിട്ടണം. ഇനി ഒരു ഭക്തനായി, അതായത് നമ്മൾ തന്നെ എങ്ങനെ ആഗ്രഹിക്കും? നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കിട്ടണം. ദൈവം നമ്മൾ പ്രാർത്ഥനയോടെ ചോദിക്കുന്നതൊക്കെ നമുക്ക് തരണം. ഇനി ഒരു ലോക മനുഷ്യനായി, വേണ്ട, ഒരു ഭക്തനായി എങ്ങനെ നാം ചെയ്യുന്നതൊക്കെ സാധ്യമാക്കി തീർക്കുവാനും അതുവഴി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും കഴിയും. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ എനിക്കൊപ്പം വന്നാട്ടെ. പലതും ചെയ്തു, എന്തെങ്കിലും നേടിയോ? ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് സാധ്യമാകുവാൻ പോകുക. താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് ഒപ്പം വന്നാട്ടെ. സങ്കീർത്തനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പൊ നോക്കിയേ, ഈ വാക്യത്തിൽ ഒരു ഭക്തൻ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരുവാൻ വേണ്ട 3 കാര്യങ്ങൾ ഭക്തനായ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് ദുഷ്ടന്റെ ആലോചനയും ആ ആലോചനയ്ക്കൊത്തവണ്ണം നടക്കരുത് എന്നുള്ള മുന്നറിയിപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, ആരാണ് ദുഷ്ടൻ? നമുക്ക് ഒത്തിരി ആശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ അല്പനേരത്തേക്ക് മാറ്റിവെക്കുക. ഇത് പറഞ്ഞ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നെ അതിനൊരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ഏതെങ്കിലും വചനങ്ങൾ കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും സംശയമുണ്ടായാൽ ആ സംശയം തീർക്കുവാനുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ദൂരീകരണം നൽകുവാൻ വേദപുസ്തകത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, 36:1 പറയുന്നു, ദുഷ്ടൻ സമം പാപി. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പാപിയാണ്. 3, ആ പാപിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഒരാളെ പാപി എന്ന് വിളിക്കുന്നത്? അവൻ നന്മ ചെയ്യുന്നില്ല. 4, ദോഷത്തെ വെറുക്കുന്നതുമില്ല. അപ്പോൾ ഇവിടെ ദുഷ്ടൻ പാപിയാണ്. ആ പാപി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. 1, അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. 1, നന്മ ചെയ്യുന്നില്ല. 2, ദോഷത്തെ വെറുക്കുന്നതുമില്ല. അപ്പോൾ ഒരു ഭക്തനായി നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, നല്ലതുപോലെ ജീവിക്കണം. മാത്രമല്ല ദോഷത്തെ വെറുക്കണം. ദോഷം ചെയ്യുവാനും പാടില്ല, ദോഷം ചെയ്യുന്നവരുടെ മധ്യത്തിൽ നമ്മൾ നിൽക്കുവാനും പാടില്ല, നമ്മളായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് ആർക്കും ഒരു ദോഷം ഉണ്ടാകുവാനും പാടില്ല. ഇത് നിങ്ങൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ളതാണ്. ആസ് എ ബിലീവർ, ഒരു വിശ്വാസിയായി നിങ്ങൾ ഇത് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നിർത്തിയില്ല. ഇനി നിങ്ങൾ കേട്ടതിനപ്പുറം ചിലത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. നോക്കിയേ, ഒരു ദുഷ്ടനായ മനുഷ്യൻ നിങ്ങളുടെ തൊട്ടടുത്ത്, അയൽപക്കത്ത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? നിങ്ങൾ തകർന്നു പോകണം, നിങ്ങൾ നശിച്ചു പോകണം. അപ്പോൾ ആ ദുഷ്ടൻ നിങ്ങൾ നന്നായിരിക്കണമെന്നും സന്തോഷമായിരിക്കണമെന്നും സമാധാനത്തോടെ ഇരിക്കണമെന്നും ചെയ്യുന്നതൊക്കെയും സാധിക്കണമെന്നും നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുമോ? ഇല്ല. അപ്പോൾ ദുഷ്ടതരം എന്ന് പറഞ്ഞാൽ നമുക്കൊപ്പമുള്ളവർ നരകിക്കണം, അവർ കഷ്ടത അനുഭവിക്കണം, അവരുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. കുറച്ചുകൂടെ മലയാളീകരിച്ച് പറഞ്ഞാൽ അവർ പട്ടിണി കിടക്കണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അനുഭവിക്കണം, അവർക്ക് ജോലി ഉണ്ടാകരുത്, നല്ല ജോലികൾ കിട്ടരുത്, മക്കളെ നല്ലവണ്ണം പഠിപ്പിക്കുവാൻ കഴിയരുത്, മക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചാലും അവിടെ അവർ സന്തോഷമായി ജീവിക്കരുത്, വീട്ടിനകത്ത് വന്ന് കണ്ണുനീരോടെ നിരാശയോടെ ആയിരിക്കണം, എന്നും രോഗവും ദുരിതവും അനുഭവിച്ച് നരകതുല്യമായി ജീവിക്കണം. അല്ലേ? ആണോ? അല്ലേ? ആണ്. ഇത് ദുഷ്ടൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കരുത്. തീർന്നില്ല. ഇനിയാ ഞാൻ പറയാൻ പോകുന്നത്. എന്താ? ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാമോ? എന്താ? ശ്രദ്ധിച്ചേ, ഇതല്ലേ ഇന്ന് മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം. മറ്റുള്ളവർ പട്ടിണി കിടക്കരുത്, അവർ ദരിദ്രരായിരിക്കരുത്, അവർക്ക് കഷ്ടത ഉണ്ടാകരുത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുവാനേ പാടില്ല. തെറ്റാണ്. നമുക്കറിയാം. നമ്മൾ അങ്ങനെ ആയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പാടുണ്ടോ? നിങ്ങൾ ദരിദ്രരായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് നിങ്ങളോടുള്ള ദുഷ്ടത്തരമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് എന്താ? നിങ്ങളുടെ ഭാര്യ, സഹോദര, സഹോദരി, നീ ലളിത ജീവിതം, ഓക്കെ ശരി, അവിടെ ഇരുന്നോട്ടെ. നിന്റെ ഭാര്യ എന്തെല്ലാം ആഗ്രഹിച്ച നിനക്കൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങിയത്, അവളുടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണമുള്ളത് നൽകുവാൻ കഴിയുന്നില്ല. അവൾ ആഗ്രഹിക്കുന്നത്
അവൾക്ക് കൊടുക്കുവാൻ നീ തയ്യാറാകുന്നില്ലെങ്കിൽ അവളോട് നീ ദുഷ്ടത്തരമല്ലേ ചെയ്യുന്നേ? നിന്റെ തലമുറകൾ നീ അവർക്ക് ജന്മം നൽകി, അവർ ആഗ്രഹിക്കുന്ന നിലയിൽ അവരെ വളർത്തുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ദുഷ്ടത്തരമല്ലേ? സ്വന്തം ഭവനം, ആ ഭവനത്തിനകത്ത് നീ നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നീ നിന്റെ ഭാര്യയോടും മക്കളോടും ചെയ്യുന്ന ദുഷ്ടത്തരമല്ലേ? നല്ല ആഹാരം നിനക്ക് കഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തോട് ചെയ്യുന്ന ദുഷ്ടത്തരമല്ലേ? ഇത് മറ്റുള്ളവരോട് ചെയ്താൽ ദുഷ്ടത്തരമാണ്, അയ്യോ അവൻ ദുഷ്ടനാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചു. നിന്നോട് ചെയ്താൽ, നീ നല്ല ആഹാരം കഴിക്കാതിരുന്നാൽ, നല്ലവണ്ണം ജീവിക്കാതിരുന്നാൽ, നല്ലവണ്ണം നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും വേണ്ടത് കൊടുക്കാതിരുന്നാൽ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ കഴിയാതിരുന്നാൽ, സമൂഹത്തിൽ നീ മാനിക്കപ്പെട്ട് ജീവിക്കുവാൻ കഴിയാതിരുന്നാൽ അത് നിന്നോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? അപ്പൊ ദ്രോഹി ആരാ? അപ്പൊ ദ്രോഹം ചെയ്യാതിരിക്കേണ്ടത് പുറത്തുള്ളവരോട് മാത്രമല്ല, നിങ്ങളോടും ദ്രോഹം ചെയ്യരുത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നിങ്ങളോട് ദ്രോഹം ചെയ്യുന്നവരാക്കി നിങ്ങളെ പിശാചും അവന്റെ പിണിയാളുകളും മാറ്റിയിരിക്കുന്നു. കഷ്ടത അനുഭവിക്കുക, ദാരിദ്ര്യം അനുഭവിക്കുക, പട്ടിണി അനുഭവിക്കുക. ഇപ്പൊ അടുത്ത ചോദ്യം വരും, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാവർക്കും വീട് തരുമോ? എല്ലാവർക്കും പൈസ തരുമോ? എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ കഴിയുമോ? അത് ദൈവമാ തീരുമാനിക്കുന്നത് നിനക്ക് എന്ത് തരണമെന്ന്. നീ ചോദിക്ക്. ആമേൻ. നീ നല്ലത് ആഗ്രഹിക്കുക, നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. നീ നിന്നോട് തന്നെ ദ്രോഹം ചെയ്യാതെ നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകണമെന്ന് നീ ആഗ്രഹിച്ച് എല്ലാ നല്ലതും സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തോട് അറിയിക്ക്, ദൈവത്തോട് ചോദിക്ക്. അത് എപ്പോൾ തരണം, എങ്ങനെ തരണം, എത്ര തരണം, അതൊക്കെ ദൈവം തീരുമാനിക്കും. മനുഷ്യന്റെ മുഖത്ത് നോക്കണ്ട. അപ്പോ ഒന്ന്, ദുഷ്ടന്മാരുടെ ആലോചന. ദുഷ്ടന്മാരെ പിടികിട്ടിയല്ലോ, ഓടി രക്ഷപ്പെട്ടോളണം. അവരെ ഓടിക്കുവാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ആലോചന കേൾക്കരുത്. അത് മുന്നറിയിപ്പാണ്. അവരുടെ ആലോചന കേൾക്കരുത്. ദാവീദിനറിയാം, ലോകത്തിൽ പല പൊട്ടന്മാരും പലതും പറഞ്ഞുകൊണ്ട് വരും, ഞാനതൊന്നും കേൾക്കുവാനുള്ളവനല്ല, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, എന്നെ രാജാവാക്കി ദൈവം വച്ചുവെങ്കിൽ ചെറിയ രാജാവല്ല, ഏറ്റവും വലിയ രാജാവ്. ആമേൻ. സ്തോത്രം. ഇനി കുറച്ച് ചിന്തിച്ചാൽ പിടി കിട്ടും. 2, പാപികളുടെ വഴി. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, പാപികളുടെ വഴി ഞാൻ കാണിച്ചു തരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അപ്പന്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയതെല്ലാം മൂട്ട കെട്ടി ഒരു മകൻ യാത്ര തിരിക്കുകയാണ്. ആ വഴിയാണ് പാപികളുടെ വഴി. എന്നെ കേൾക്കുന്ന പലരും ആ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പലതും കിട്ടി അപ്പനിൽ നിന്ന് തന്നെ, അല്ലാതെ ഒന്നും. സ്തോത്രം. പലപ്പോഴും നമ്മൾ പറയും, ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു. അയ്യോ, നിന്നെക്കാളും കഷ്ടപ്പെട്ട, നിന്നെക്കാളും അധ്വാനിച്ച ഒത്തിരി പേർ ചുറ്റുമില്ലേ? അവർക്ക് വല്ലതും കിട്ടിയോ? അപ്പോ നീ അത് നേടിയതിന് പിന്നിൽ നിനക്ക് തന്ന ഒരുവനുണ്ട്, തിരിച്ചറിയാതെ പോകരുത്. അപ്പോ അങ്ങനെ അപ്പൻ തന്നതെല്ലാം മൂട്ട കെട്ടി പറക്കി, ഇനി ഈ അപ്പൻ വേണ്ട, ദൈവമൊക്കെ ഇനി അതിനെ പിന്നാലേക്ക് നടന്നാൽ കുറച്ചുകൂടെ അങ്ങനെ യാത്ര ചെയ്യുക. ഒത്തിരി പേരുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല, മൂട്ട കെട്ടിക്കൊണ്ട് പോകാം, അകന്നു പോകുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് പാപികളുടെ വഴി. ഏറ്റവും അടുത്ത് എങ്ങനെയായിരിക്കണം? ഏറ്റവും അടുത്ത് ദൈവത്തോട്. അപ്പോ പാപികളുടെ വഴിയെ സഞ്ചരിക്കുന്നവർ, അല്ലെങ്കിൽ ആ വഴിയിലായിരിക്കുന്നവർ തിരികെ വരുവാനുള്ള വഴി പറയട്ടെ. അതേ 15-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ വാക്യത്തിൽ അപ്പന്റെ ഭവനത്തിലേക്ക്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തു. പ്രിയരെ, അകന്നു പോയി ബോധ്യപ്പെട്ടെങ്കിൽ മടികൂടാതെ വിളിച്ചു പറയാം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ആ മകനെ പോലെ വിളിച്ചു പറയും, പിതാവേ ഞാൻ നിന്നോട് പാപം ചെയ്തു. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ ഓടി ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഇനിയും നിങ്ങൾ യോഗ്യരാണ്, കാരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആ യോഗ്യത എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ട്. മടങ്ങി വാ. അപ്പന്റെ ഭവനത്തിനകത്ത് ആ മകന് വേണ്ടതെല്ലാം ഒരുക്കി വയ്ക്കപ്പെട്ട ഒരു അനുഭവമുണ്ട്. അവിടെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ പന്നികളുടെ ഇടയിൽ പലതും ചെയ്തു, പക്ഷെ ഒന്നും സാധിച്ചില്ല. അവന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ പലതും ചെയ്തു, ഒന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല. അതേ, നിങ്ങൾ പലതും പല നിലകളിൽ പല സ്ഥാനങ്ങളിലും ചെയ്യുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. അവനെ പോലെ വാളവിര പോലും കിട്ടുവാനില്ലാത്ത അവസ്ഥ, പന്നി തിന്നുന്നത് പോലും കിട്ടുവാനില്ലാത്ത അവസ്ഥ. ഒത്തിരി ചിലവഴിക്കുന്നുണ്ട്, ആ ചിലവഴിക്കുന്നത് കൊണ്ട് പലതും ചെയ്യുന്നുണ്ട്, അതിനൊത്തവണ്ണം റിട്ടേൺ ഉണ്ടോ? ഇല്ല. കാരണം ദൈവത്തിൽ നിന്ന് അകലെ നിങ്ങളായിരിക്കുന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്യുന്നതൊക്കെ നഷ്ടപ്പെടുമെന്നല്ലാതെ ഒന്നും നിങ്ങൾക്ക് തിരികെ കിട്ടത്തില്ല.
സന്തോഷം കിട്ടത്തില്ല, സമാധാനം കിട്ടത്തില്ല, സ്വസ്ഥത കിട്ടത്തില്ല. അവിധത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ഭാരപ്പെടുന്ന സഹോദര സഹോദരി, തിരികെ വാ. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഓ ആമേൻ. മുട്ട കെട്ടി കൊണ്ടുപോകുവാൻ തക്കവണ്ണം നിന്നെ വർദ്ധിപ്പിച്ച അപ്പന്റെ ഭവനം വെയിറ്റ് ചെയ്യുക. വാതിൽ തുറന്നിട്ടിരിക്കുക. കേറി വാ. ആമേൻ. ആ വഴി കയറി വാ. അവിടെ അപ്പൻ തടിപ്പിച്ച കാളക്കുട്ടിയെ നിനക്ക് വേണ്ടി അറക്കും. പന്നി തിന്നുന്നതല്ല, മനുഷ്യൻ തിന്നുന്നത് നീ തിന്നും. അല്ല, മനുഷ്യൻ തിന്നുന്നതുമല്ല. ഓ സ്തോത്രം. യജമാനൻ തിന്നുന്നത് നീ തിന്നും. നീ യജമാനന്റെ പുത്രനാണ്. നീ ഏറ്റവും നല്ലത് പ്രീഷ്യസ് ആയത് തിന്നും. അധികാരത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. വിരലുകളിൽ മുദ്രമോതിരം, കാലിന് ചെരുപ്പ്, ശരീരത്തിൽ മേലങ്കി, ദൂതാണ്. മടങ്ങി വരുവാൻ തയ്യാറാകുമെങ്കിൽ ചിലരെ ചില അധികാര സ്ഥാനങ്ങളിൽ എൻ്റെ കർത്താവ് ഇരുത്തും. ആമേൻ. അപ്പോ രണ്ടാമത് എന്ത് ചെയ്യണം? പാപികളുടെ വഴിയെ പോകരുത്. വാണിംഗ് ആണ്. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പോൾ ആരാണ് പരിഹാസികൾ? ദൈവത്തെയും അവന്റെ പ്രവൃത്തികളെയും പരിഹസിക്കുന്നവരാണ് പരിഹാസികൾ. നോക്കിയേ, ഇന്ന് നമുക്ക് ചുറ്റും നാം കേൾക്കുന്ന ശബ്ദങ്ങളിൽ അധികം നമ്മൾ കേൾക്കുന്നത് സുവിശേഷം എന്ന ടാഗ് ലൈനിലാണ്, അല്ലെങ്കിൽ അതിന്റെ ക്യാപ്ഷൻ സുവിശേഷം എന്നാണ്, ദൈവവചനം എന്നാണ്. പക്ഷേ ദൈവത്തെ പരിഹസിക്കുന്ന വാക്കുകളാണ് അതിനകത്തു നിന്ന് പുറത്തു വരുന്നത്. ഓക്കെ, എന്താണ്? ഇപ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്യും എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുന്നേ? ആ ഒരാൾ അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നു. 100 പേർ വളഞ്ഞു നിന്ന്, ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ പോലും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. എന്താ പറയുന്നത്? ഓ പിന്നെ ആ പറഞ്ഞ ആൾ അങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞ അത്ഭുതം, ദൈവത്തിന് ഇതൊക്കെ തന്നെ ജോലി. വഴിതെറ്റിപ്പോയി, തലമുറ വഴിതെറ്റിപ്പോയി, വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ടു, എല്ലാവരും പാപികളായിത്തീർന്നു. മൂടന്മാരെ, ദൈവത്തിന്റെ അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് ഇത്ര ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് എന്താ? ഒന്ന് ചിന്തിച്ചേ. എന്നെ കേൾക്കുന്ന നിങ്ങൾ രോഗികളെങ്കിൽ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? യേശുവേ രോഗസൗഖ്യം തരണമേ. അല്ലാതെ നിങ്ങൾ കടത്തിലാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കുന്നേ? യേശുവേ ഈ കടത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. എങ്ങനെ പുറത്തു വരാൻ കഴിയും? പൈസ വേണം കൊടുത്തു തീർക്കുവാൻ. അപ്പോൾ അതിനുവേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേർ വിളിക്കും പ്രൈസർ ഫാമിലിയിലേക്ക്. നിങ്ങളെ പോലെ തന്നെ കടത്തിലായിരിക്കുന്നവർ പറയും, ദേവദാസനെ ഒരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കണേ, ഒരു ലോട്ടറി എങ്കിലും അടിക്കാൻ പ്രാർത്ഥിക്കണേ. അപ്പോൾ ഉടനെ ഞാനൊരു ഊത്ത് ഫോണിൽ കൂടെ എന്റെ വായിന്ന് നരകത്തി അവരുടെ മേലോട്ട് പോയി അവരെ ദഹിപ്പിച്ച് കളയും. കാരണം അവൻ പൈസയെ കുറിച്ച് ചോദിച്ചു. ആവശ്യക്കാരുടെ പൈസയാന്നേ വലുത്. കടം കയറി മുടിഞ്ഞായിരിക്കുന്നവന് ജീവിക്കുവാൻ നിവർത്തിയില്ല, പുറത്തിറങ്ങുവാൻ വയ്യ, തലമുറകളെപ്പോലും കടക്കാർ പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ പോലെ കരയുന്ന ചിലർ. അവർക്ക് പണമാ ആവശ്യം. അവർ ദൈവത്തോട് പണമല്ലാതെ പിന്നെ എന്താ ചോദിക്കുന്നേ? ഇവരൊക്കെ പറയും പോലെ നിനക്ക് എന്താണോ ആവശ്യം അതാ ചോദിക്കുന്നത്. എന്റെ ഭർത്താവ് മടങ്ങി വരണമേ. കുടുംബത്തിനകത്ത് പ്രശ്നമാണ്, ഭർത്താവ് വീട്ടിൽ വരുന്നില്ല, അതാ ചോദിക്കത്തുള്ളൂ. കുടുംബത്തിനകത്ത് സന്തോഷം തരണമേ, സന്തോഷമില്ലെങ്കിൽ അത് ചോദിക്കും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതാണ് ചോദിക്കുന്നത്. അപ്പോ ആ ചോദ്യം, നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്കൊപ്പമുള്ള ഒരു മനുഷ്യൻ അറിയുമ്പോൾ എന്താ പറയുന്നേ? നിങ്ങൾ ആശുപത്രിയിൽ രോഗിയായി ഭാരത്തോടെ ആയിരിക്കുക. നിങ്ങളുടെ അടുക്കൽ ഇരിക്കുന്ന ഒരുവൻ ദൈവത്തെ അറിയുന്നവനെങ്കിൽ അവൻ എന്ത് പറയും? തോളിൽ ചേർത്ത് പിടിച്ചിട്ട് പറയും, എൻ്റെ യേശു സൗഖ്യമാക്കും, എൻ്റെ യേശുവിന് നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അയ്യോ, അത് ഞാനാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയും, നോക്കൂ സഹോദര സഹോദരി, നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിലെ എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡോക്ടർ പറഞ്ഞതാ, എൻ്റെ കുഞ്ഞിന് 3 ദിവസം മാത്രമേ ആയുസുള്ളൂ. ആ കുഞ്ഞിനെ ഇന്ന് 9.5 വയസ്സ് വരെയും പരിപാലിച്ച ദൈവം, ആ ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. ഓ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ചെയ്ത ദൈവമാ. അല്ലാതെ നീ എൻ്റെ യേശുവിൻ്റെ അടുത്ത് രോഗസൗഖ്യത്തെക്കുറിച്ച് ചോദിക്കുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല. കടഭാരത്തിലായിരിക്കുന്നുവെങ്കിൽ അയ്യോ ചേർത്ത് പിടിച്ച്, ഒരു വിശ്വാസിയാണെങ്കിൽ നീ പറയും, കർത്താവ് പ്രവർത്തിക്കും, വഴി തുറന്നു തരും. ഞാനാണെങ്കിൽ ചേർത്ത് പിടിച്ചിട്ട് പറയും, സഹോദര സഹോദരി, നിന്റെ ആവശ്യം അറിഞ്ഞ് നിനക്ക് വേണ്ടത് നൽകി തരുന്ന ഒരു ദൈവം, അതേ എൻ്റെ യേശു നിനക്ക് വേണ്ടത് തരും. സംശയം തോന്നുന്നു? എങ്ങനെ ദൈവദാസനെ? നിങ്ങൾക്കറിയാമോ, കയ്യിലുള്ള ഒരു അല്പത്തെയും വെച്ച് ഒരു രാത്രി മുഴുവൻ കരഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം ശ്രീചിത്രയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകണം.
ഒത്തിരി ചെലവുകളുണ്ട്. കയ്യിലുള്ളത് വെറും 500 രൂപ മാത്രം. എക്കോ ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് പരിശോധിക്കണം. അയ്യോ, അതിനകത്ത് കയറിയാൽ അവർ പറയുന്നതെല്ലാം ചെയ്തിട്ടല്ലാതെ പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല. ഒരു സഹായം അഭ്യർത്ഥിക്കുവാൻ കഴിയുന്ന സാഹചര്യമല്ല. അതിനു മുമ്പ് വരെ എത്ര രൂപ ചിലവായാലും ആ ചിലവാക്കി ചെയ്യുവാനുള്ള നിവർത്തി ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ടിട്ട് കർത്താവിനൊപ്പം ഇറങ്ങിയതാ. ഇല്ലായ്മ മാത്രമല്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ള വേദന. ഒരു രാത്രി മുഴുവൻ കരഞ്ഞു. പിറ്റേ ദിവസം പോയില്ല എങ്കിൽ പിന്നെ അവിടെ ഒരു അപ്പോയിൻമെന്റ് ഡേറ്റ് കിട്ടത്തില്ല. പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ശ്രീചിത്രയിൽ പേഷ്യൻസ് ആയിരിക്കുന്നവർക്കും പേഷ്യൻസിനൊപ്പം പോകുന്നവർക്കും അറിയാം. പിന്നെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജ്, അത് കഴിഞ്ഞ് ശ്രീചിത്ര. ഒരു ക്രോണിക് ഹൃദ്രോഗമുള്ള ഒരു വ്യക്തിയെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിപ്പിക്കുന്ന ബുദ്ധിമുട്ട്. 500 രൂപയും കൊണ്ട് പിറ്റേ ദിവസം അവിടെ കടന്നുപോയി. 250 രൂപ രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കാണാതെ കണ്ണു തുടയ്ക്കുന്ന എൻ്റെ ഭാര്യയുടെ മുഖം. എന്തിനാ അവിടെ ചെന്നതെന്ന് ചോദിച്ചാൽ, രജിസ്ട്രേഷൻ ചെയ്തിട്ട് അവിടെ പോയി പറയണം, ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് ഈ ഡേറ്റ് ഒന്ന് മാറ്റി തരണം, ഇന്ന് ഞങ്ങൾക്ക് പരിശോധനയുമായിട്ട് ഇവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ആ രജിസ്ട്രേഷൻ കൗണ്ടറിന് അടുത്തെത്തിയ എൻ്റെ ഭാര്യ ഭയപ്പാടോടെ എന്നെ നോക്കി അകത്തേക്ക് പോകുന്നത് കണ്ടു. ഉള്ളിനകത്തൊരു കൊള്ളിയാൻ മിന്നി. ഇതുവരെ ഉള്ള കാര്യമല്ലേ, ഇനി അതിലധികമാണോ സംഭവിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞതുപോലെ ഡേറ്റ് മാറ്റി കിട്ടത്തില്ലേ? ചങ്കിടിപ്പോടെ നോക്കിയിരുന്ന കുറച്ച് സമയം, ജീവിതത്തിൽ ഇത്രമാത്രം സമയത്തിന് ദൈർഘ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ സമയം, കുറച്ചു സമയം കൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുവാൻ കഴിയുമെന്ന് ദൈവം മനസ്സിലാക്കി തന്ന സമയം. അല്പം കഴിഞ്ഞപ്പോൾ കടന്നുപോയതുപോലെ അല്ല, വിവാഹവേദിയിൽ ഞാൻ കണ്ടതുപോലെ സന്തോഷത്തോടെ എൻ്റെ ഭാര്യ മടങ്ങി വരിക. കടന്നു വന്ന് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇനി ഇവിടെ 5 പൈസയുടെ ചെലവില്ല, 18 വയസ്സ് വരെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണെന്ന് അതിനകത്ത് നിന്ന് അവർ പറഞ്ഞ ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവം തരത്തില്ല എന്ന് ഏവനെങ്കിലും പറഞ്ഞാൽ പോടാ പോയി പണി നോക്കടാ എന്ന് പറയാൻ ഒരു മടിയും അന്നുമില്ല, ഇന്നുമില്ല. എൻ്റെ ദൈവം അവൻ ഭക്തൻ്റെ ദൈവമാണ്, അവൻ ആവശ്യക്കാരൻ്റെ ദൈവമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എനിക്ക് വേണ്ടി ചെയ്തത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തെ? ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തെ? അതിനെ അപമാനിക്കുന്ന, ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന പരിഹാസികൾ അവർക്കൊപ്പം ഇരിക്കരുത്. ഇനി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് പണത്തിന്റെ ആവശ്യത്തിലുള്ള പരിഹാരമാകട്ടെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നുള്ള വിടുതലാകട്ടെ, രോഗസൗഖ്യമാകട്ടെ, തലമുറകളുടെ വിടുതലാകട്ടെ, അവരുടെ പരീക്ഷകളിലുള്ള ജയമാകട്ടെ, അതേ കേൾക്കുമ്പോൾ ഇക്ലിയും പരിഹാസവും ഒക്കെ തോന്നുന്നവർ ഈ വേദപുസ്തകം എടുത്തു വെച്ചൊന്ന് വായിക്ക്. എന്നിട്ട് ഇക്ലിപ്പെട്. എഴുതി വച്ചിരിക്കുക, മണ്ണുഴച്ചു രൂപമുണ്ടാക്കി, എന്നിട്ട് മൂക്കിലൂതി പോയി പരിഹസിക്ക്. എന്തിനാ ഈ വേദപുസ്തകം എടുത്തോണ്ട് നടക്കുന്നേ? ഉറങ്ങിക്കിടന്ന മനുഷ്യന്റെ വാരിയലൂരി സ്ത്രീയെ സൃഷ്ടിച്ചു. പരിഹസിക്കുന്നേ. 80 വയസ്സ് കഴിഞ്ഞവൻ ഓടി വരിക 30 ലക്ഷത്തെയും കൊണ്ട് ഫറവോന്റെ അടുക്കൽ നിന്ന് പോകുവാൻ. പരിഹസിക്ക്. കടന്നുപോയ വഴിക്ക് ചെങ്കടൽ പിളരുക, പിന്നെ ചെങ്കടൽ. പരിഹസിക്ക്. ഓ സ്തോത്രം. നിങ്ങളുടെ പരിഹാസം മനുഷ്യന്റെ നേരെയല്ല, ദൈവത്തിന്റെ നേരെയാ. നിങ്ങൾ പരിഹസിക്കുന്നത് ദൈവത്തെയാ. കന്യക പ്രസവിച്ചു. പരിഹസിക്ക്. എന്താ പരിഹാസം വരുന്നില്ലേ? 3-ാം ദിവസം ഉയർത്തു. പരിഹസിക്ക്. വരുന്നില്ലേ? പരിഹസിക്കാനാണെങ്കിൽ ഈ ലോകത്തിൽ ആരെ പരിഹസിക്കുന്നതിനേക്കാളും ഈ വേദപുസ്തകത്തെ പരിഹസിക്കാൻ പറ്റും. നിങ്ങൾ പരിഹസിക്കുന്നത് ഭക്തന്മാരെ അല്ല, ദൈവത്തെയാ പരിഹസിക്കുന്നത്. ആ പരിഹാസികളിൽ നിന്ന് മാറി നടക്ക്. ഇതുവരെ ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വേദപുസ്തകം ഭക്തന് വേണ്ടി ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൊട്ടക്കണ്ണനും മനസ്സിലാക്കുവാൻ കഴിയാത്ത അത്ഭുതം അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ചറിയ്, ആ പൊട്ടന്മാർക്കൊപ്പം നിങ്ങളായിരിക്കുന്നു. ആമേൻ. ആ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിങ്ങളായിരിക്കുന്നു. അവിടെ നിന്ന് എണീറ്റ് പോര്. നമുക്കൊരു ദൈവമുണ്ട്. അവൻ സൂപ്പർ നാച്ചുറൽ ഗോഡാണ്. അവൻ പ്രകൃത്യാതീതമായി ചെയ്യുന്നവനാണ്. അവൻ കടലിന്റെ മുകളിൽ നടക്കുന്നവനാണ്. ആമേൻ. പിന്നെ കടലിന്റെ മുകളിലോ? നീ പോടാ, എൻ്റെ യേശുവിനെ കുറിച്ചാ പറഞ്ഞത്. ആമേൻ. ഇതെന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങുമോ,
അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറുവാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വിട്ടോ. അപ്പോൾ ആ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ സഹോദരാ, നീ ജോലി സ്ഥലത്ത് അധ്വാനിക്കുന്നതൊക്കെയും ഫലമുണ്ടാകും. നിന്റെ തൊഴിൽ നിന്ന് നിനക്ക് നന്മയുണ്ടാകും. സന്തോഷത്തോടെ സമാധാനത്തോടെ നിനക്ക് ജീവിക്കുവാൻ കഴിയും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിന്റെ ഭാര്യ തിന്നും, നിന്റെ മക്കൾ തിന്നും. നീ ഭാഗ്യവാൻ. ആമേൻ. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സഹോദര സഹോദരി, ആ ജോലി മുഖാന്തരം നീ ആഗ്രഹിക്കുന്നതൊക്കെ നിന്റെ ജീവിതത്തിൽ സാധ്യമായി തീരുവാൻ പോകുക. എന്ത് പ്രതീക്ഷിച്ചാണോ നീ കടന്നുപോയത് അതുമായി മടങ്ങി വരുവാൻ പോകുക. പരിഹാസികളുടെ മുഖത്തേക്ക് നോക്കരുത്. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. ഏത് നിലയിൽ നീ ബാധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടായിരിക്കുന്നു അതേ ആ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ അധ്വാനത്തിന് ഫലം തരുവാൻ കഴിവുള്ള ഒരു ദൈവം. സഹോദരി സഹോദരാ, നിന്റെ അധ്വാനത്തിന് ഫലമുണ്ടാകുവാൻ പോകുക. നിന്റെ പ്രയത്നത്തിന് ഫലമുണ്ടാകുവാൻ പോകുക. നിന്റെ കണ്ണുനീരിന് ഫലമുണ്ടാകുവാൻ പോകുക. അതേ നിന്റെ ഭർത്താവ് മടങ്ങി വരിക. ആമേൻ. നിന്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ ആലോചനയിൽ വിശ്വസിക്കുക. ആമേൻ. ഓ താങ്ക് ഗോഡ്. ഭാര്യ മടങ്ങി വരുവാൻ പോകുക. സഹോദര, എന്റെ ദൈവത്തിന് കഴിയും. നീ മനുഷ്യരിലേക്ക് നോക്കരുത്, ദൈവത്തിലേക്ക് നോക്ക്. എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. ആ ഉദരത്തെ തുറക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഓ താങ്ക് ഗോഡ്. ഡോക്ടർമാരുടെ വാക്കല്ലെന്നേ, വേദപുസ്തകം എടുത്ത് സാറായിയോട് ചോദിക്കുക, ഹൗ ഈസ് പോസിബിൾ സാറായി? സാറ പറയും, എന്റെ ഭർത്താവ് ഒരുവന്റെ വാക്ക് കേട്ട് ഇറങ്ങി. അവനാണെങ്കിൽ കല്ലുകളിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. ഓ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതൊക്കെയും സാധിക്കുവാൻ പോവുക. ആ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്ക്. ആലോചന വിട്ടുകളയെ. പാവികളുടെ വഴിയിൽ നിന്ന് മടങ്ങി വാ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരുവാൻ പോകുക. നിങ്ങളുടെ അധ്വാനത്തിന് ഫലം നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. അവർ ചെയ്യുന്നത് സാധിക്കുവാൻ പോകുക. ആ എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ഓ സകല ഇല്ലായ്മകളും മാറുക യേശുവിൻ നാമത്തിൽ. തഴച്ചു വളരുക. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്കകാലത്ത് ആ ബിസിനസ് തക്കകാലത്ത് ഫലം കായ്ക്കുവാൻ പോകുക. അതിലേക്ക് കൊഴിഞ്ഞ് വേരറ്റ് പോയ ആ വൃക്ഷം വടവൃക്ഷമായി വളരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ സമാഗമന കൂടാരത്തിനകത്ത് ഒരു വടി, ഒരു ഉണങ്ങിയ വടി, ഒരു രാത്രി കൊണ്ട് തളിരിട്ടു, ഇല വളർന്നു, പൂത്തു, കായ്ച്ചു. വചനം പറയുന്നു സൂപ്പർ നാച്ചുറൽ. അത് സാധ്യമാക്കിയ ഒരു ദൈവം. യെസ്, ഇന്ന് ആ ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്. റെഡിയാണോ? ആ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ അനുഭവിക്കുവാൻ. അതേ, ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരുന്ന ദിവസം. പരിഹാസികൾ നിങ്ങളുടെ മുമ്പിൽ ലജ്ജിച്ചു പോകുന്ന ദിവസം. അതേ, ലോകം മുഴുവനും പരിഹാസികൾ വേദപുസ്തകത്തിന് മുമ്പിൽ ലജ്ജിച്ചു തലകുനിക്കുന്നു. അതേപോലെ സഹോദര സഹോദരി, നിന്റെ മുമ്പിൽ, ശുശ്രൂഷക നിന്റെ മുമ്പിൽ പരിഹാസികൾ ലജ്ജിച്ചു പോകുന്ന ദിവസം. അപ്പോ റെഡിയാണോ? അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ എന്നെയും പരിഹസിക്കുക. അതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ നാട്ടുകാർ ചെയ്തു തരുവാൻ വേണ്ടിയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്തത്, നിങ്ങളുടെ ചിന്തയിലെത്താത്തത്, വ്യക്തമായി പറയാം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യും. പരിഹാസികൾ നിങ്ങളുടെ മുമ്പിൽ താളടിയാകും. ഓ സ്തോത്രം. എന്താ കാരണം വെച്ചാൽ, വിശ്വാസ കർത്താവേ നല്ല ദൈവമേ, ഈ പകലിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവർ അടിയൊപ്പമായിരിക്കുന്നവർ അനുഭവിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ എന്നെ കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ രോഗസൗഖ്യം വെളിപ്പെടട്ടെ. ഓ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വിടുതലായി ചലിക്കട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. രോഗമുള്ള ഭാഗത്ത് കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക. ഓ താങ്ക് ഗോഡ്. ആമേൻ. കരയുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിച്ച യേശുവിൻ നാമത്തിൽ സൂപ്പർ നാച്ചുറൽ ആയത്
നിങ്ങളുടെ അയൽക്കാർക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും അവരിൽ കാണുവാൻ കഴിയാത്തൊരു വിടുതൽ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്തൊരു വിടുതൽ അത് സംഭവിക്കുക. പുറത്തു പോയവർ തിരികെ വരിക, തലമുറകൾ ഭവനത്തിലേക്ക് മടങ്ങി വരിക. അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ ഫലം കായ്ക്കുവാൻ പോകുക, അതേ റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ പഠനത്തിന് അപ്പുറമായ ജോലികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ. തലമുറകൾ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ ബാലാരിഷ്ടതകളും വിട്ടുമാറട്ടെ. പഠിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനി ഒരുമിച്ച് പോകത്തില്ല എന്ന് പറഞ്ഞവർ തന്നെ സന്തോഷത്തോടെ ഒരുമിച്ച് പരിഹാസികളെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ചേർന്ന് നിൽക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. കോടതിക്കും കൗൺസിൽമാർക്ക് കഴിയാത്തത് ദൈവം അങ്ങ് ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഉപരിപഠന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ആ തടസ്സം മാറട്ടെ. വിവാഹത്തിന് മേലുള്ള തടസ്സം മാറട്ടെ. ഒത്തിരി അന്വേഷിച്ചു, ഒത്തിരി ആലോചനകളുമായി മുൻപോട്ട് പോകുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആ തടസ്സം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. തലമുറകളെ പുറത്തുവിടത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർന്നു മാറുക. താങ്ക് ഗോഡ്. പ്രാർത്ഥിച്ചു. ഭവനങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പുതിയ ഭവനങ്ങളിൽ സ്തോത്രം നിങ്ങൾ താമസിക്കുന്ന കൃപയ്ക്കായി. യെസ്, അത് കണ്ട് പ്രാർത്ഥിച്ചേ. ആ പുതിയ ഭവനത്തിനകത്ത് നിങ്ങൾ കാൽ വയ്ക്കുന്നത് യേശുവിൻ നാമത്തിൽ അത് കാണുന്നവർ അത് പ്രാപിക്കട്ടെ. അപ്പാ, അതങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ വാടകയില്ലാതെ നിങ്ങൾ താമസിക്കുവാൻ പോകുക. സ്തോത്രം. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. യെസ്, ആ ജപ്തി നോട്ടീസ് മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവരുടെ കരങ്ങളിൽ എൻ്റെ ദൈവം അങ്ങ് നൽകുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. സ്വന്തം വാഹനങ്ങൾ ഭവനങ്ങൾക്ക് മുമ്പിൽ യേശുവിൻ നാമത്തിൽ തൊഴിലുകൾ, സ്വയം തൊഴിലുകൾ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, സ്ഥാപനങ്ങൾ തുറന്ന് കച്ചവടമില്ലാതെ ഭാരപ്പെടുന്നവർ അതിനകത്ത് കച്ചവടം ഉണ്ടാകട്ടെ. സ്തോത്രം. വിദേശത്തും സ്വദേശത്തും പല നിലകളിൽ ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രശ്നങ്ങൾ മാറട്ടെ. ജോലി മേലുള്ള സകല വെല്ലുവിളികളും മാറട്ടെ. ആഗ്രഹിച്ചതിനപ്പുറമായ നന്മയുണ്ടാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിഹാസികളുടെ മധ്യത്തിലായിരിക്കുന്ന ശുശ്രൂഷകന്മാർ അവരുടെ ശുശ്രൂഷകൾ മുഖാന്തരം പരിഹാസികളെ ഓടിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങവരെ വിടുവിച്ച കൃപയ്ക്കായി സൂപ്പർ നാച്ചുറൽ സ്തോത്രം അത്ഭുതങ്ങളും അടയാളങ്ങളുമായി അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ മുതൽ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അതുപോലെ നിങ്ങളുടെ ആത്മീയ ജീവിതം, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആത്മീയ ജീവിതം പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് മുഖേനയോ www.pcfg.in അഥവാ www.praiserfamilyglobal.com എന്ന വെബ്സൈറ്റിലൂടെയോ. അതുപോലെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലിക്കൊപ്പം നിൽക്കുന്ന ഒത്തിരി പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ്. അതുപോലെ നിങ്ങൾക്കും ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാനും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മാത്രമല്ല അവരിൽ വിശ്വസിക്കുന്ന ഏവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അതേ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണെന്ന് അറിയിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുമുണ്ട്. മടിക്കാതെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.